അച്ഛലേ ബെടായ മച്ചാമാരെ ഹെവി സാധനമാണ് കേട്ടോ. കയറി വന്നിട്ട് കാണാം. നീ പോണ വഴി ഊരി പോവാന്നറിയാമല്ല. സെറ്റ് ഫ്രണ്ട്സ്, പ്രതീക്ഷയാണ്. മീമിലൊക്കെ വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സ്ക്രീൻഷോട്ട് അടിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ വന്നപ്പോൾ ഉള്ളൊരു ഇതാണ്. ക്ലൈമറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല മഞ്ഞ്, ഒന്നും കാണാൻ മേല കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ക കോടയാണ്. അപ്പോൾ നമുക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ മീനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വല്ലതും കിട്ടുമല്ലോ നോക്കാം കേട്ടോ. മച്ചാൻ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് മീൻ. മച്ചാൻ പറഞ്ഞേ നമ്മുടെ വാലിനായിട്ട് അടിയുണ്ട്. നല്ല അഴകുള്ള മീൻ, ഏകദേശം ഒരു 1 kg പറ്റ കാണണം കേട്ടോ. ജസ്റ്റ് മിസ്സായെന്നും പറഞ്ഞിരുന്നു. അതെ, വാല് വഴി കയറിയിരിക്കുന്ന കേട്ടോ. സെറ്റല്ലേ, അടിപൊളി മീൻ. അപ്പോൾ അതേ വെയിലായി വരുന്നുള്ളൂ. നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് മീൻ കയറി കേട്ടോ. ഇതിൻ്റെ ഡാർട്ട് കയറിയിരിക്കുന്നുണ്ടോ. ഇതെന്തോ ഇത് നേരത്തെ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അതെന്തോ ഫിൻസ് ഇതുപോലെ തന്നെ കൂട്ടത്തിൽ കടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ പോയതായിരിക്കും. വാല് പകുതിയുള്ളൂ കേട്ടോ. ഇത് പുള്ളിയുടെ എന്തോ സമയദോഷമാണ് കേട്ടോ. കറക്റ്റ് വാലായിരുന്നു അടി വന്നത്. ഈ മിസ്സായെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് കിട്ടിലായിട്ടൊന്ന് കാണിച്ചു കൊടുത്തത് ഫുള്ളായിട്ട്. പറഞ്ഞോ. വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ പിന്നെ ബെല്ല് ബട്ടൺ അടിച്ചു പൊളിക്കണം. സെറ്റല്ലേ. നമ്മുടെ ചാനലിന്റെ പേരെന്നാ? ഉറക്കെ പറ, ഇവിടെ നോക്കി പറ. സെറ്റ്. ഇതാ മച്ചാൻ വരെ നമ്മുടെ അടുത്ത മീൻ അടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കൊടുത്തേ. ചുറ്റിക്ക് ചത്ത അവൻ്റെ നടു പോയി. ഇനി കൊടുക്കണ്ട. ഈ കൊടുത്താൽ കെട്ടാവും. ഇക്ക 2 കൈ കൊണ്ട് നൂല് പൊക്കിടുവോ? എന്നാ ഞാൻ ലൂസാക്കാം. അച്ഛൻ വരെ നമ്മുടെ മീനിനെ പൊക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത മീൻ തൂങ്ങി കയറി വരുന്നുണ്ട് കേട്ടോ. ആദ്യമേ ഞാൻ പോയെന്ന് പക്ഷേ പോയില്ല. മാക്സിമം ആട്ടാത്ത രീതി എടുക്കണേ. ഇതെന്നാ പുറകെ ആൻറ്റിനാണോ? എൻ്റെ അമ്പ് നല്ല റേഞ്ച് കിട്ടാൻ വേണ്ടി ഒരു ആൻറ്റിന കൊടുത്തു പുള്ളിക്ക്. നല്ല റേഞ്ച്. നമ്മുടെ അടുത്ത് ഇത് ത്രെഡാണ്. ചേച്ചി വരാം. അടുത്ത മീൻ നല്ല സൈസ് മീനാണ് കേട്ടോ. ഉണ്ടല്ലോ ഫസ്റ്റ് അമ്പ്. 2 കിലോ ആണല്ലേ? 2 ഇല്ല, ഒരു 100. ഫോട്ടോ എടുക്കട്ടെ. കിടക്കാച്ചി ഫോട്ടോ കൊച്ചിറക്കാ. എടുത്തു. കാശിയുടെ പടം ഞാൻ വിനോദേട്ടനെ നാളെ കാണിക്കാം. കാശിയുടെ പടം. കാശി എങ്ങനെയാ വന്ന? ഒറ്റയ്ക്ക് വന്നേ? ഇത്രേ ഉള്ളു. 2 സൈഡും ത്രെഡ്. ഇനി
അടുത്ത മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പല്ലൊക്കെ നോക്കി ആഹയും കുഞ്ഞുങ്ങളും കേട്ടോ. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ആരും അടിക്കുന്നില്ല, ഒന്നുമില്ല, ഉപദ്രവിക്കത്തില്ല. കാരണം എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. പൊളി, സൂപ്പർ. നമ്മളിത് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ 3 പേരുണ്ട്. അവന്മാരെ വെറുതെ വിട്ടേക്കും. കാരണം ഇപ്പം നമ്മളിങ്ങനെയൊക്കെ വിട്ടാൽ ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും കാണാനായിട്ട് ഇവന്മാരുണ്ടാകത്തുള്ളൂ. ആ അതെ അതെ അതെ, വെറുതെ എന്തിനാ നമ്മളെ കുറച്ച് സന്തോഷം. അതിന് വെറുതെ അതുങ്ങളെ ഒറ്റക്ക് നടക്കണതിനൊക്കെ അടിച്ചു പിടിക്കുക. കുറേ ചേട്ടന്മാർ പറയണം അതിനടിക്കുന്നില്ല ഇതിനടിക്കുന്നു. മറ്റേമാരൊരു സിലോപ്പിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി സൈസ് മീനാണ്. അത് ഉടക്കിയിരിക്കും, ഞാൻ വലിക്കുന്നില്ല കേട്ടോ. വലിക്കണ്ട ഒരു തോട്ടി വല്ലതും കിട്ടുമോ നോക്കിയേ? കമ്പ് വല്ലതും ഉണ്ടോ? ബായിക്ക് കൊടുക്കേണ്ട വരും തോന്നുന്നു. പൊട്ടിക്കണ്ട. भाई थोड़ा हेल्प करेगा? പക്കടോ ഭായ്. അച്ഛന്മാരത് ഒരു ബായ വരുന്നുണ്ട്. നമ്മൾ ബായോട് ചോദിച്ചിട്ടുണ്ട് അടുത്ത് വരുന്നു കേട്ടോ. നമ്മൾ അടി കയറി ചുറ്റിപ്പോയി ആമ്പലല്ലേ. भाई आराम से करोगे, आराम नीचे साइड लाइन में पकड़ाएगा नहीं भाई, ओनली मछली पकड़ो. ക്യാമറ നമ്മുടെ ബായ് ഇത് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. മച്ചിലേ ബെടായേ ആ മച്ചന്മാരെ ഹെവി സാധനമാണ് കേട്ടോ. കയറി വന്നിട്ട് കാണാം. നീ പോണ വഴി ഊരി പോവാന്നറിയാമല്ല. ആഹാ അതെ വാ ചാർട്ട് കയറി കുടുങ്ങിയ കേട്ടോ. നീ പോകത്തില്ല, ചാട്ട മൊത്തം കയറി. ചാട്ട അപ്പുറേ അടി. വായിന്ന് കാണിച്ചേ. വായി ഇതർ തരോ ക്യാമറാമേ. അതെ ബായ കേട്ടോ നമുക്ക് മീനെടുത്ത് തന്നിരിക്കണം. നല്ല കിടിലൻ സൈസ് മീനാണ് കേട്ടോ. മീനിനെ അടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. അതെ ഇതാ കേട്ടോ ഇപ്പം കയറിയിരിക്കുന്ന മീൻ. നല്ല ഹെവി മീനാണ് കേട്ടോ. നമ്മുടെ ബായ ഉള്ളതുകൊണ്ട് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പം എന്തായാലും ബാ ഇതിനെ അഴിച്ചിട്ട് കാണിച്ചു തരാം. അതെ ഇതിൻ്റെ വായൊക്കെ കണ്ടോ? അതെ ഹെവി സൈസ് കേട്ടോ. ഇവിടെ കിടക്കട്ടെ. ചാക്കിടണമല്ലോ ഇടുമ്പോൾ. ചാമരെ നമ്മുടെ അടുത്ത മീൻ കയറി കേട്ടോ. നമ്മുടെ ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഒരു പ്രതീക്ഷയില്ല. നല്ല കന വെയിലായതുകൊണ്ട് തന്നെ അമ്പാടി ക്യാമറയായിട്ട് റോഡിൽ വിശ്രമിക്കുമായിരുന്നു. ഞാനിവിടെ നിന്ന് അടിക്കുമായിരുന്നു കേട്ടോ. അതെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാണ് കേട്ടോ. ലോങ് റേഞ്ചാണ് നിൽക്കണം. മീനൊന്നും അടുത്ത് നിൽപ്പില്ല കേട്ടോ. അമൽ ബ്രോയ്ക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ആ എങ്ങനെ ഇരിക്കണം? വരാനായിരുന്നു. കരിമീൻ ഇട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും. സൈസ് കരിമീനാട്ടോ. മാങ്ങ കൂടി വരും. ആ അടിക്കോ? അടിക്കട്ടോ. ഞാട്ടോ ഇതൊന്ന് പൊക്കിയെടുത്തേ. സൂപ്പർ കരിമീൻ. അടുത്ത കരിമീൻ വരുന്നോ? കണ്ടോ കണ്ടോ അതെ കണ്ടോ അങ്ങനെ വരുന്നുണ്ടോ? മുറിനെ കാണിച്ചു കൊടുക്കുക. എന്നെ കാണിച്ചിട്ട് എന്തായാലും. ഓ മാൻ വാ പൊളി കരിമീൻ സൈസ്. പിടിച്ചേ നമ്മുടെ ഹെവി കരിമീൻ. നമ്മളെ കന സാധനം കേട്ടോ. നല്ല സൈസ് കരിമീൻ. കാട്ടത് കറക്റ്റ് തലവഴി. അടിയുണ്ടോ? കരിമീൻ കണ്ടോ മടി? കൊള്ളാം. ഇതുണ്ടോ? ഉഷാറ് കരിമീൻ. ഹെവി സാധനം കേട്ടോ. എക്സോട്ടുണ്ട് കറക്റ്റ് കൈയുടെ സൈസുള്ള കിണ്ണങ്കാച്ചി കരിമീൻ. ഇപ്പം എന്തായാലും നാട്ടൂര് എടുക്കട്ടെ. അച്ഛാ നമ്മളെ അടുത്ത കരിമീൻ അടിച്ചിട്ടുണ്ട്. ക്യാമറ കാണാൻ പറ്റുന്നു. അങ്ങോട്ട് കാണിച്ചു. വലിയ സൈസ് ഇല്ല. കപ്പെല്ലാം പുള്ളി അടുത്ത കരിമീൻ ഹെവി സൈസ്. ഇത് കളത്തി രണ്ടെണ്ണം കണ്ടോ?
അടിച്ചേ അടിച്ചേ ഇല്ല കയറി വരും മേലോട്ട് കയറി എന്നാ ഇതിനൊക്കെ ആയിരിക്കോട്ടെ വെയിറ്റ് ചെയ്യാം പുറത്തോട്ട് ഇറങ്ങി ചാമരേ കുഴപ്പമില്ലാത്ത സൈസാണ്. ആ നമ്മളടുത്ത മീൻ കേട്ടോ. ഇത്ര സൈഡ് വഴി തുടങ്ങായിരിക്കും. ചാട്ട മീര അതെ ഇതാ കേട്ടോ നമുക്കിപ്പോൾ കയറിയ മീനെ ഫുള്ള് സെൻറ്ററാ തുളഞ്ഞു മീൻ.